എല്ലാവർക്കും സുഖാണോ? ഇന്നേ ഞാൻ പാട്ടൊന്നും ആയിട്ടല്ല വന്നിരിക്കണേ. അക്ഷരങ്ങൾ ഒന്ന് എഴുതിയും കൂടി കാണിക്കാവോ എന്ന് ചോദിച്ചിട്ട് കുറേ പേരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ട് ഒന്ന് എഴുതി കാണിക്കാമെന്ന് വിചാരിക്കുകയാണേ. മനസ്സിലാവണുണ്ടോ ഇല്ലയോ എന്നൊന്ന് പറയണേ. നമ്മൾ ഇത്രയും ദിവസം പഠിച്ച അക്ഷരങ്ങൾ എങ്ങനെ എഴുതാം എന്നാണ് എഴുതിയും കൂടി ഞാൻ ഇങ്ങനെ വിരൽ കൊണ്ടല്ലേ കാണിച്ചിരുന്നത്. അപ്പോൾ ഒന്ന് എഴുതി കാണിക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതൊക്കെ കൊണ്ടാട്ടോ വന്നിരിക്കണേ. കണ്ടോ? ഞാൻ നേരത്തെ ഒരു വീഡിയോ പിടിച്ചിരുന്നു. അത് ആരെങ്കിലും കണ്ടോയെന്ന് എനിക്കറിയില്ല. കണ്ടെങ്കിൽ അത് എഴുതണത് കാണാൻ പറ്റണില്ല എന്നൊരു കമൻറ്റ് വന്നു. അപ്പോൾ ഞാനതിപ്പോൾ ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് ആദ്യമേ എഴുതുവാണ് കേട്ടോ. ആ മലയാള അക്ഷരത്തിലെ ആദ്യത്തെ അക്ഷരമാണ് റ അല്ലേ? റാ എന്നാണ് ഏറ്റവും ആദ്യം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. ഇപ്പം പണ്ടൊക്കെ നമ്മൾ ഹരിശ്രീ എന്നൊക്കെ ആയിരുന്നെങ്കിലും ഇപ്പം റാ എന്ന അക്ഷരമാണ്. റായൊന്നു വളഞ്ഞാൽ രായായി. റായൊന്നു വളഞ്ഞാൽ റായായി. അകത്തേക്ക് ഇങ്ങനെ വളച്ച് കൊണ്ടുവന്നാൽ രായായി. റായൊന്നു വളഞ്ഞാൽ പിന്നെ റായിൽ നിന്ന് ഇങ്ങനെ ഒരു കുനിപ്പെടുത്തിട്ട് സൈഡിലേക്കൊരു റാ കൊണ്ടുള്ള കളിയാണ്. ഒരു വരയും ഒരു റായും ഉണ്ടെങ്കിൽ മലയാള അക്ഷരങ്ങൾ എല്ലാം തന്നെ എഴുതാം നമുക്ക്. ഒരു വര ഒരു രണ്ട് വരകളെ കൊണ്ടാണ് മലയാള അക്ഷരങ്ങൾ കൂടുതലും എഴുതുന്നത്. ഓക്കെ, ഇനി എങ്ങനെ എഴുതാം? ദാ എഴുതി, അതിൽ നിന്ന് റാ എഴുതി, അതിൽ നിന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, 3 അക്ഷരങ്ങൾ ചേർന്നാൽ ആയി എന്ന്. കണ്ടോ? ആദ്യം അത് കഴിഞ്ഞ ര. ഇതേപോലെ തന്നെ പിന്നെ നമ്മൾ എഴുതണം. ദാ എഴുതി, റാ എഴുതി, ഇട്ടിട്ട് ആനയ്ക്കുണ്ടേ തുമ്പിക്കൈ, ആയ്ക്കുമുണ്ടേ തുമ്പിക്കൈ. കണ്ടോ? എങ്ങനെയാ? ഇതെങ്ങനെ? ദാ എഴുതി, റാ എഴുതി, അകത്തേക്ക് വന്നാൽ അതേപോലെ തന്നെ ദാ എഴുതി, റാ എഴുതി, എഴുതിയിട്ടൊരു തുമ്പിക്കൈ ഇങ്ങനെ നീട്ടിയാൽ പഠിക്കണേ. എന്നിട്ട് പറയണം കേട്ടോ. ഒന്ന് എഴുതി നോക്കണം കേട്ടോ.